ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മറിയംസ് ആർട്ട്ഫുൾനെസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സാധനം ക്രോഷറ്റ് ചെയ്യുന്ന കാണിച്ചു തരാം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഫൈനൽ ലുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത്ര അടിപൊളിയായിട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ട്യൂട്ടോറിയൽ വേണം, എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. ക്രോഷേ ചെയ്ത് തുടങ്ങി സ്റ്റിച്ചസൊക്കെ അത്യാവശ്യം പഠിച്ച് തുടങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ക്രോഷേ ചെയ്യുമ്പോൾ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്താൽ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോജക്ട്സ് ചെയ്യണമെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതും ചെയ്തത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുറേ കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഞാൻ മെയിൻലി യൂസ് ചെയ്തിരിക്കുന്നത് സിംഗിൾ ചെയിൻ ആണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഡബിൾ ക്രോഷയും പിന്നെ ലാസ്റ്റ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും മെഷ് ആയിട്ടുള്ളൊരു വർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കണ്ടു നോക്കുക. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ക്രോഷയുടെ ഡബിൾ ക്രോഷ, അതുപോലെ തന്നെ ഹാഫ് ഡബിൾ ക്രോഷ, സിംഗിൾ ചെയ്യുന്നതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന്. വീഡിയോസ് കാണാത്തവരാണ് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്തായാലും ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 3mm അക്രിലിക് ആണ്. ആ ഒരു ബൾക്കായിട്ടുള്ള ബണ്ടാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹുക്ക് 3.5mm ആയിരുന്നു. അപ്പം നമ്മളിങ്ങനെ എന്താ പറയുക, ആ ഒരു യാണിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഏത് ഹുക്കാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ ഇതിൽ മെൻഷൻ ചെയ്തിരുന്നത് 4.5ഉം 5mm ആയിരുന്നു. അതിലും ചെറിയ ഒരു ഹുക്ക് യൂസ് ചെയ്ത് ചെയ്യുമ്പം കുറച്ചുകൂടി സ്റ്റിച്ചസ് കുറച്ചുകൂടി അടുത്തടുത്ത് വന്ന് കുറച്ചുകൂടി യൂണിഫോം ആയിട്ടിരിക്കും കേട്ടോ. മറ്റേത് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ചുകൂടി പെർഫെക്ഷൻ വരണമെങ്കിൽ മെയിൻലി ഇങ്ങനെ തൊട്ട് ചെറിയ സൈസ് ഹുക്ക് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അപ്രോക്സ് ഒരു 2 ദിവസം എടുത്തു. ഒരു ദിവസം കൊണ്ട് ഞാൻ എൻ്റെ ബേസ് കുറച്ചുകൂടി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇത് ചെയ്യുന്നത് 2ാമത്തെ ദിവസമാണ്. അത് ഞാൻ 2ാമത്തെ ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കാണാൻ അത്രയും എന്താ പറയുക എക്സൈറ്റഡ് ആയിരുന്നു. എങ്ങനെയായിരിക്കും ശരിയാവാനും. ഇത്രയൊരു വലിയ പ്രോജക്റ്റ് അല്ല എങ്കിൽ പോലും ഇത്രയും വലുതായിട്ട് ഞാൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ക്രോഷേ പഠിച്ചു കഴിഞ്ഞിട്ട്. നമ്മളൊരു ടോട്ട് ബാഗായിരുന്നു വേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എന്തായാലും പറയണേ. അതിൻ്റെ സ്ട്രാപ്പാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, താങ്ക്സ് ഫോർ വാച്ചിങ്.